മെക്സിക്കോ സിറ്റിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ബസ് ഇറങ്ങിയിരിക്കുകയാണ്. തിയോത്തി ഹുവാക്കൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സോംബ്രേറോ ഉണ്ടോ? ഈ സോംബ്രേറോ എന്ന് പറയുന്നത് തൊപ്പിയാണ്. ഇവിടെ നല്ല വെയിലുണ്ടായതുകൊണ്ട് തൊപ്പി വാങ്ങാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം. ഈജിപ്ഷ്യൻ, ഗ്രീക്ക്, റോമൻ, ഇൻഡസ് സിവിലൈസേഷനെ കുറിച്ചിട്ടൊക്കെ മലയാളി കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് മെക്സിക്കോയിൽ മാത്രം ഉണ്ടായിരുന്ന ആസ്തെക് എന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള സ്റ്റോറിയാണ്. തിയോത്തി ഹുവാക്കൻ 64 പെസോ ആണ് എൻട്രൻസ് ഫീ. ഡോഗ്സ് അലൗഡ് അല്ല, ആൽക്കഹോൾ അലൗഡ് അല്ല, സൈക്കിൾ അലൗഡ് അല്ല, മ്യൂസിക് അലൗഡ് അല്ല. ഇത് രണ്ടാമത്തെ കൗണ്ടറാണ് കേട്ടോ. ആദ്യത്തെ കൗണ്ടറിൽ നമ്മൾ പൈസ അടച്ച് കഴിഞ്ഞിട്ട് ഈ കൗണ്ടറിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ എടുത്തിട്ടുള്ള ആ റെസിപ്റ്റ് ഇല്ലേ, അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് ഇവിടെ കാണിക്കണം. ആസ്തെക് സൈറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് രണ്ടാമത്തെ കൗണ്ടർ വാലിഡേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് തൊപ്പി വാങ്ങാം, അതേപോലെ സൺസ്ക്രീൻ വാങ്ങാം. കാരണം നല്ല ചൂടുണ്ടാവും, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ഈ 2 പിരമിഡ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ നടക്കണം. സോ അതിന് സൺസ്ക്രീനും തൊപ്പി നിർബന്ധമാണ്. ഇതെന്തോ ഒരു ആസ്തെക്കിൻ്റെ ഒരു സ്റ്റോൺ സ്റ്റാച്ചു ആണ്. അതിന് മുമ്പിലിടുന്ന ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. തിയോത്തി ഹുവാക്കനിൽ 2 പിരമിഡ്സ് ആണുള്ളത്. അതിൽ ഒരു പിരമിഡ് എന്ന് പറയുന്നത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സൂര്യനും, വേറൊരു പിരമിഡ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൂണിനുമാണ്. ആ കൗണ്ടറിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മളിങ്ങനെ നടക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ ആണ്. സ്പാനിഷിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഈ ആസ്തെക്സിൻ്റെ പല സൊവിനിയേഴ്സൊക്കെ സെല് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നടന്നിട്ട് വേണം ഈ മൂണിൻ്റെയും സണ്ണിൻ്റെയും പിരമിഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ ഗൈഡ്സ് ഉണ്ടാവും, ഗ്രൂപ്പ് ഗൈഡ്സ്. അത് നമുക്ക് ചൂസ് ചെയ്യാം, സ്പാനിഷോ ഇംഗ്ലീഷോ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് ഇങ്ങനത്തെ ടൂർ ഗൈഡ്സിൻ്റെ കൂടെയും പോവാം. ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്ററോളം അങ്ങനെ നടക്കണം. വെയിലുണ്ടെങ്കിലും അങ്ങനെ കുത്തുന്ന വെയിലല്ല, പക്ഷേ എപ്പോഴും സൺ പ്രൊട്ടക്ഷൻ കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. ഇത് എംറാത്തികളുടെ ഒരു പ്രത്യേക രീതിയാണ്. ഈ പോകുന്ന വഴിയിലൊക്കെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ക്രൗഡഡ്. ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നില്ല. വളരെ സൈലൻ്റായിട്ട് അവർ സൈഡിൽ നിന്ന് അത് വിൽക്കുന്നുണ്ട്. ഒരു അപ്പൂപ്പൻ, ഒരു മെക്സിക്കൻ അപ്പൂപ്പൻ വിൽക്കുന്ന ചെറിയ സ്റ്റോണുകളും സൊവിനിയേഴ്സൊക്കെയാണിത്. ഗ്രാസിയാസ്. ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റാളുകൾ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ദുബായിൽ നിന്നുള്ള ഒരു ഷെയ്ക്ക് ഇവിടുന്ന് 100 പെസോൻ്റെ ആ ജാഗ്വാർ 50 പെസോ ചോദിച്ചിട്ട് വാങ്ങുന്ന ഒരു വിചിത്രമായ കാഴ്ചയാണ് കണ്ടത്. കണ്ടല്ലേ, വെയിലത്തിരുന്നിട്ട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു മെക്സിക്കൻ അമ്മൂമ്മയാണോ അപ്പൂപ്പനാണോ? അപ്പൂപ്പൻ. ഗ്രാസിയാസ്. ഇത് കണ്ടോ, ആസ്തെക്സിൻ്റെ സ്നേക്സ് ആണ്. 600 വർഷം മുമ്പ് ഈ കാണുന്ന സൈറ്റിൽ 60 ലക്ഷം ആളുകൾ സന്തോഷമായിട്ട് ഫാമിലി ആയിട്ട് അഗ്രികൾച്ചറൊക്കെ ചെയ്തിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും ത്രൈവിങ് കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ ആസ്തെക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നീട് സ്പാനിഷുകാർ ഇവിടെ വന്നപ്പം വളരെ ട്രാജിക്കലി ഈ കമ്മ്യൂണിറ്റി ഇല്ലാതായി. സ്പാനിഷുകാർ ഈ ആസ്തെക് കമ്മ്യൂണിറ്റീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു. അതിലൊന്നായിരുന്നു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് എന്ന് പറയും, ഡിവൈഡ് ആൻഡ് റൂൾ. മാത്രമല്ല എനിമീസിനെ ഫൈൻഡ് ചെയ്തിട്ട് അവരായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് ഇവരെ തമ്മിലടിപ്പിച്ചു. പിന്നെയെന്ന് പറയുന്നത് സ്മോൾ പോക്സ് ഡിസീസ്. ഇവർ യൂറോപ്പിൽ നിന്ന് വന്നപ്പം ഇവരിൽ പല ആളുകൾക്കും സ്മോൾ പോക്സ് ഉണ്ടായിരുന്നു. പക്ഷേ പാവപ്പെട്ട ഈ ആസ്തെക്കാർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു. അങ്ങനെ കുറേ പേര് മരിച്ചുപോയി. ഈ ബാക്കിൽ കാണുന്നത് തിയോത്തി ഹുവാക്കനിലെ സൺ പിരമിഡാണ്. ഈ സൺ പിരമിഡിന് ഒരു കഥ പറയാനുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന തിയോത്തി ഹുവാക്കൻ എന്ന് പറഞ്ഞ സിവിലൈസേഷൻ ആയിരുന്നു. അവരെന്തൊക്കെയോ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് കാരണം തകർന്നുപോയി. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ആസ്തെക് സിവിലൈസേഷൻ വരുന്നത്. ആസ്തെക് സിവിലൈസേഷൻ ഈ സൺ പിരമിഡിൻ്റെ കൺട്രോൾ എടുത്തു. അവരൊരുപാട് വർഷം ഭരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പാനിഷുകാർ വന്നോട് കൂടിയിട്ട് ആസ്തെക് സിവിലൈസേഷനും നശിച്ചു. ആസ്തെക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അമ്പും വില്ലും ഈ സൺ പിരമിഡിൻ്റെ സൈഡിൽ വെക്കുന്ന ഒരു മെക്സിക്കൻ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പിരമിഡ് പ്രിസൈസ്ലി സൺസെറ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പിരമിഡ്സിനെ പോലെ മമ്മീനെ സ്റ്റോർ ചെയ്യാനല്ല ഇത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബേസിക്കലി സെറിമോണിയൽ ആവശ്യങ്ങൾക്കായിരുന്നു ഈ തിയോത്തി ഹുവാക്കനും ആസ്തെക്സൊക്കെ ഈ പിരമിഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഹ്യൂമങ്കസ് ആയിട്ടുള്ള സൺ പിരമിഡിൻ്റെ അണ്ടറിൽ ഒരു ടണൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അത് പോയിൻ്റ് ചെയ്യുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കേവിലേക്കാണ്. സൺ പിരമിഡ് കണ്ടു കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോളുണ്ട്. ഈ സ്റ്റോള് സാധനങ്ങൾ സൊവിനിയേഴ്സ് വെക്കുന്ന ഒരു സ്റ്റോളുണ്ട്. അവിടെ ഒരു ചെറിയ ഷാഡോ ഉണ്ടായിരുന്നു, അവിടെ ഇരിക്കുകയാണ്. കാരണം അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൂണാണ്. മൂൺ പിരമിഡാണ്. അവിടെ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം മൂച്ചോ കൻസാദോ uno día cuántas personas venir aquí al año más de 2 millones de personas al año. ഈ 2 കുട്ടികൾ
മറ്റേ ജാഗ്വറിൻ്റെ വിസിൽ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ പ്രൈസ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ മെസോ അമേരിക്കയിൽ ആദ്യം മായൻ സിവിലൈസേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് തിയോത്തി ഹുവാക്കൻ വന്നു. അവർ സൺ പിരമിഡ് ഉണ്ടാക്കി, നമ്മൾ നേരത്തെ കണ്ടത്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മൂൺ പിരമിഡാണ്. സണ്ണിൻ്റെ പിരമിഡ് കുറച്ചും കൂടി വലിപ്പമുണ്ട്. പക്ഷേ ഈ മൂണിൻ്റെ പിരമിഡിലേക്ക് വരുമ്പം ഇതൊരു സിറ്റി പോലെ ഫീൽ ചെയ്യും. ചുറ്റു ബിൽഡിങ്സ് കാണാം, റൂയിൻസ് ആണ്. അവിടെയാണ് മൂണിൻ്റെ ലൂണസിൻ്റെ പിരമിഡ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ട വലിയ സൺ പിരമിഡ് തിയോത്തി ഹുവാക്കൻസും ആസ്തെക്സും സെറിമോണിയൽ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ കാണുന്ന മൂൺ പിരമിഡ് ബേസിക്കലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് വാട്ടർ ആവശ്യങ്ങൾക്കായിരുന്നു, ഫെർട്ടിലിറ്റി ആവശ്യങ്ങൾക്കായിരുന്നു, കൃഷി ആവശ്യങ്ങൾക്കായിരുന്നു. അതേപോലെ ഈ പിരമിഡ് ഇവർ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള സെലസ്റ്റിയൽ ബോഡീൻ്റെ അലൈൻമെൻറ്റിലാണ്. അപ്പം ലൂണാർ സൈക്കിൾസും സീസണൽ ചേഞ്ചസും ഒക്കെ അവർക്ക് മനസ്സിലാവും. അത് പിന്നീട് അവർക്ക് അഗ്രികൾച്ചറൽ പ്ലാനിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിരുന്നു. മെക്സിക്കോയിൽ തന്നെ മായൻ സിവിലൈസേഷൻ്റെ ചിച്ചൻ ഇറ്റ്സ എന്ന് പറഞ്ഞ പിരമിഡ് ഉണ്ട്. അത് വേൾഡ് വണ്ടറാണ്. അത് കാണാതെ പ്രശസ്ത നടൻ മോഹൻലാൽ ഇവിടെ വരണമെങ്കിൽ തിയോത്തി ഹുവാക്കനിൽ വന്നിട്ട് സണ്ണും മൂണും കാണണമെങ്കിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. തിയോത്തി ഹുവാക്കാൻ മൂൺ പിരമിഡിൻ്റെ സൈഡിൽ നമ്മളെ ഫ്രിദാൻ്റെ ഒരു റോപ്പ ഗാർമെൻറ്റ് വിൽക്കുന്ന ഒരു ചെറിയ സ്റ്റാൾ. സൺ പിരമിഡും മൂൺ പിരമിഡും കണ്ടു കഴിഞ്ഞിട്ട് തിയോത്തി ഒഹാക്കനിന്ന് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ്.